ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ബീട്രൂട്ട് അച്ചാറായിട്ടാണ്. ബീട്രൂട്ട് അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണല്ലേ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴൊന്നും അത്ര ടേസ്റ്റ് ഒന്നും കിട്ടില്ല. വീട്ടിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1/2 കിലോ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമ്മുടെ അച്ചാർ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുറേശ്ശെ എടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1/2 കിലോ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറുതായി മുറിച്ചെടുക്കുകയാണ്. ഇത് മധുരമില്ലാത്ത ബീട്രൂട്ട് അച്ചാറാണ് കേട്ടോ. മധുരമുള്ള വേറെ ബീട്രൂട്ട് അച്ചാറുണ്ട്, പക്ഷേ ഇത് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ബീട്രൂട്ട് അച്ചാറാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അച്ചാർ പൊടിയൊക്കെ ഞാൻ വളരെ കുറഞ്ഞ അളവിലാണ് എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ എരിവ് കൂടും, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കായത്തിൻ്റെ പൊടിയെല്ലാം കട്ടയാണ്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒരു ഗോൾഡൻ കളർ ആവണ വരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ അച്ചാർ പൊടി ഇട്ട് മൂപ്പിച്ചെടുത്ത് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മുടെ ബീട്രൂട്ട് ചേർക്കാറ്. ഞാനിപ്പോൾ അത് ബീട്രൂട്ട് ഇട്ടതിന് ശേഷമാണ് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചമുളകും നമ്മുടെ കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ വെന്ത് വരാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം. അത് വേവണ വരെ മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബീട്രൂട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ബീട്രൂട്ട് ആ വെന്തിട്ടുള്ള മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വിനാഗിരി സുർക്ക ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറെടുക്കാൻ പറ്റിയൊരു അച്ചാറാണിത്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.